ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് റെഡിയായിട്ട് ഇന്ന് ഞങ്ങളങ്ങ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഭക്ഷണവും ഒക്കെ പുറത്താണ്, അതിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തിരിച്ചാലോ. ഇവിടുന്ന് പോകുന്ന വഴിയിൽ കൂടെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോവാം. എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, എൻ്റെ സൗണ്ട് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഷൂ ഇടാൻ എടുത്തപ്പോൾ അപ്പൂസ് പറയാമോ ഷൂ വേണ്ട, ഹീൽഡ് ചപ്പലിടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ജീൻസിൻ്റെ കൂടെ ഹീൽഡ് ചപ്പലിട്ട് കഴിഞ്ഞാൽ കൊണ്ട് ഭംഗി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഷൂ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂ ഇട്ടതാണ്. അപ്പോൾ ഞാൻ പോകുന്ന അടുത്ത് നല്ലൊരു ഷൂ മേടിക്കാൻ പറ്റുമെന്നെങ്കിൽ എനിക്കൊരു ഷൂ മേടിക്കണം. എന്തൊക്കെ വാങ്ങാൻ പറ്റും, എവിടെ പോകാം എന്തോന്നുള്ളതൊക്കെ പോകുന്ന വഴിയിൽ എൻ്റെ കൂട്ടുകാർ കണ്ടോളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഥമൊക്കെ പൂട്ടി ചപ്പലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോഴത്തേന് അച്ഛയും എൻ്റെ മൂത്ത മകനും ആൾറെഡി വണ്ടിയിൽ കയറി റെഡിയായി ഇരിപ്പുണ്ട്. എൻ്റെ മൂത്ത മകൻ എൻ്റെ സീറ്റ് കൈയടക്കി അയാൾ ഫ്രണ്ട് സീറ്റിൽ കയറി അയാൾ ലോക്ക് ചെയ്തിട്ട് ഇരിപ്പായി. അയാൾ കണ്ട ഭാവമേ നടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കൊച്ചവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാനങ്ങ് ബാക്ക് സീറ്റിലോട്ട് കയറി. അങ്ങനെ ഞാനും അപ്പൂസും കൂടെ അങ്ങനെ ബാക്ക് സീറ്റിൽ കയറി ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിനി പോകുന്ന വഴി കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ഭാഗവും പിന്നെ കുറച്ച് പോകുന്ന വഴിയൊക്കെ കുറച്ച് കാണിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് രാജജി നഗറാണ്. രാജജി നഗർ അവിടെ അൽബേക്ക് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഹോട്ടലിൽ പോയിട്ട് കുറേ വർഷമായി കേട്ടോ. ആക്ച്വലി നേരത്തെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ വർഷമായിട്ട് ആ ഭാഗത്തോട്ട് പോകാറില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് എന്നാൽ ശരി ഇന്ന് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അൽബേക്കിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നെല്ലാം റെഡിയായി ഇറങ്ങിയപ്പോൾ 12:45 ഇവിടെ പിന്നെ രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത് ആരും ഒന്നും കഴിക്കാറില്ല, എല്ലാവരും ഓരോ ചായ കുടിച്ചിട്ടാണ് പോവാറാണ് പതിവ്. അത് നമുക്ക് ശീലമായി. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്നു. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ പള്ളി പിരിഞ്ഞു, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പം തന്നെ മണി 12:30 12:45 പിന്നെ വന്ന് റെഡി ആയിട്ടൊക്കെ പോകുമ്പോൾ ഇനി ലേറ്റ് ആവുമായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ പള്ളി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വന്നിട്ട് റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റോളം ഉണ്ട് ഞങ്ങൾക്ക് ഈ രാജാജി നഗർ അൽബേക്ക് ഹോട്ടലിൻ്റെ അവിടെ വരെ പോകാനൊക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും 10-40 മിനിറ്റ് എടുക്കും. അപ്പോൾ പോകുന്ന വഴിയിലൂടെ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എപ്പോഴും എൻ്റെ കൂട്ടുകാർ പറയാറുണ്ട് നിങ്ങൾ സ്ഥലപ്പേരൊക്കെ പറയണമെന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പം അയ്യപ്പ ടെമ്പിൾ എത്തിയിട്ടുണ്ട്, ജാലകളിലെ അയ്യപ്പ ടെമ്പിൾ. അപ്പോൾ ഇത് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഈ റോഡ് ചെന്നിറങ്ങുന്നത് പ്ലാറ്റിനം സിറ്റി എന്ന് പറയുന്ന അവിടെ ആയിട്ട് നമ്മൾ ചെന്നിറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിലേക്ക് കണക്റ്റ് ആവുകയാണ്. നമ്മളെപ്പോഴും പോകുന്ന സമയത്ത് ഈ റൂട്ട് പിടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ട്രാഫിക് ഉണ്ടാവത്തില്ല. നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഈ പ്ലാറ്റിനം സിറ്റി ആ ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് ആ ട്രാഫിക്കെല്ലാം കവർ ചെയ്ത് വരുന്ന നേരത്തെ നമുക്ക് ഇവിടുന്ന് അങ്ങ് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഷോർട്ട് കട്ട് റോഡാണ് എടുക്കാറ്. അതുകൊണ്ട് ഈ റോഡ് എൻ്റെ കൂട്ടുകാർ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ മിക്കവാറും ഈ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ഈ റോഡ് വഴിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തായാലും മെയിൻ റോഡ് കണക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഗുരുകുണ്ടപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10-15 മിനിറ്റത്തെ ദൂരവും കൂടെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് കൂട്ടുകാരെ കൊണ്ടുപോവാണ് കേട്ടോ. നമ്മൾ പിന്നെ ബാംഗ്ലൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഈ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവത്തില്ല. പിന്നെ ഇന്ന് പിന്നെ ഞായറാഴ്ച ദിവസം കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഇപ്പം ലീവുള്ള ദിവസം കൂടെ ഒക്കെ അല്ലേ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഗുരുകുണ്ടപ്പാളയം ഇത് മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പാസ്സായത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് യശ്വന്ത്പൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാജാജി നഗറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ യശ്വന്ത്പൂർ സർക്കിൾ വരെ പോകത്തില്ല, അതിന് ഇപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ രാജാജി നഗറിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന സൈഡിലൂടെയൊക്കെ ഉള്ള കുറച്ച് വ്യൂസും ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ എല്ലാവരും പറയും താങ്ക് യു ബീനയിലൂടെങ്കിലും എനിക്ക് ബാംഗ്ലൂർ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതെനിക്ക് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റുന്ന എൻ്റെ പരിമിതിക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോസ് പിടിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ കൂടി കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ കാണുമ്പോൾ സന്തോഷം തോന്നുക എന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പരിമിതി വെച്ചിട്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഇടുന്ന വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ വരുന്ന ഹോട്ടൽ വന്നിട്ട് അൽബേക്ക് എന്നുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാർ പാർക്കിങ്ങിനാണ് പ്രശ്നം. എന്തായാലും ഇവിടെ റോഡ് സൈഡിൽ പിന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി. അങ്ങനെ പാർക്കിംഗ് ചെയ്തു. ഇനി നമ്മൾ ഹോട്ടലിൽ അങ്ങോട്ട് കുറച്ച് ദൂരം ഒന്ന് നടന്നാൽ മതി, വലിയ ദൂരമില്ല. എന്തായാലും അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല.
അതിനെന്തായാലും ഇവിടെ എത്തി. അപ്പോൾ ആക്ച്വലി ഇവിടെ താഴാണെന്നുണ്ടെങ്കിൽ സെൽഫ് സർവീസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ പോയിരുന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് അവിടെ ഭക്ഷണം പിന്നെ എന്താ പറയുന്നത് അവിടെ സെർവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്നാൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്നു. ഈ അൽബേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രാഞ്ചസ് ഒരുപാടുണ്ട് കേട്ടോ. കുറേ ഇവിടെ എത്രയോ 3-4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം രാജാജി നഗറിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ സൈഡ് സീറ്റിൽ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ഓർഡർ എടുക്കാൻ വന്നു. അപ്പം ഈ സൈഡിൽ കൂടി ഇരുന്നൊക്കെ നമുക്ക് റോഡിലത്തെ വ്യൂസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഇരുന്നപ്പോൾ നമുക്കങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ ഇരിക്കുന്ന ചെയറിന് കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സീറ്റ് മാറിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഓർഡറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ആ സീറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴിഞ്ഞ പോലെ തോന്നി. അപ്പം പിള്ളേർക്കൊന്ന് മാറണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ അങ്ങനെയെന്ന് വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ഷിഫ്റ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ കൊടുത്ത സാധനങ്ങളെല്ലാം വന്നു കേട്ടോ. സ്റ്റാർട്ടർ കുറേ ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ഓർഡർ ചെയ്തു. എല്ലാം ഒരു ക്വാർട്ടറും ഹാഫും എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കബാബ്, തന്തൂരി, അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. കുറേ തരത്തിലുള്ള ചിക്കൻ്റെ ഐറ്റങ്ങൾ ഓർഡർ ചെയ്തു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അല്ലേ ഇഷ്ടം. നമ്മളിത് എപ്പോഴും ഇല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നല്ലതല്ലേ. അങ്ങനെ എന്തോ ആയാലും എല്ലാത്തിൽ നിന്നും ഞാനും കുറേശ്ശെ ഓരോരോ പീസ് എടുത്ത് ഞങ്ങളും അങ്ങനെ എല്ലാം ടേസ്റ്റ് നോക്കി. ഇവിടെ പിന്നെ വലിയ റേറ്റ് ഇല്ല. ഇവിടെ പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7-8 പേരൊക്കെ ഒരുമിച്ച് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി പാക്കായിട്ട് ബിരിയാണിയും ആയാലും ചിക്കൻ ഫ്രൈഡ് ഐറ്റങ്ങളായാലും അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ 4 പേരാകുമ്പോൾ നമുക്ക് അത്രയൊന്നും കഴിക്കാനുള്ള ഒരിതില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ആണെങ്കിൽ ഇന്നൊരു ഡിഫറെൻറ്റ് ജ്യൂസ് ഓർഡർ ചെയ്തു. അത് എന്നിട്ട് മിൻറ്റും ലെമണും ഒക്കെ ഇട്ടിട്ട് എന്തോ സംഭവം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി അത്ര ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് അവസാനം കുറച്ച് ചോറും ഒരു പീസ് പിന്നെ മട്ടനും കൂടി ഇട്ട് ഒരല്പം ചോറും കൂടെ ഞാൻ എടുത്തു. ആക്ച്വലി ഇത് ഫുള്ള് കഴിച്ചപ്പോഴത്തേന് തന്നെ എൻ്റെ വയറ് ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് പിന്നെ ഒരു പേരിന് വേണ്ടി ഇച്ചിരി കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ച്. ഇനി എന്നെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബിനിക്കുട്ടന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓറിയൻ മാൾ പോകണം. അവിടെ ഇപ്പോൾ ഓറിയൻ മാളിൽ ഡെക്കത്ലോൺ ഉണ്ട്. നേരത്തെ ഡെക്കത്ലോൺ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോഴാണ് അവിടെ ഡെക്കത്ലോൺ ഉണ്ടെന്ന് അറിയുന്നത്. ഇപ്പോൾ എൻ്റെ മൂത്തമ്മ പറയുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തോ ആയാലും ഇവിടുന്ന് അങ്ങ് റോഡ് ക്രോസ് ചെയ്തിട്ട് വണ്ടി കിടക്കുന്നിടത്തേക്ക് ഞങ്ങൾ പോകാം കേട്ടോ. അവിടെ ചെന്നേന്ന് വെച്ച് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഓറിയൻ മാൾ എത്തും. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനി വണ്ടിയിൽ കയറിയിട്ട് ഇവിടുന്ന് ഓറിയൻ മാൾ എത്തണം. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സോ അത് കഴിഞ്ഞിട്ട് പിന്നെ റെയിൻ കോട്ടോ എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട്. എനിക്ക് പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഓറിയൻ മാൾ പോവാം. ഓറിയൻ മാൾ പോയിട്ട് അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോവാം. എന്തായാലും ഞായറാഴ്ചയായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഞായറാഴ്ചയായിട്ടെന്ന് പറഞ്ഞൊരു ഔട്ടിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാം തീർത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കേട്ട് നമുക്ക് പോവാം കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് തന്നെ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് ഓറിയൻ മാളായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലീവ് ഉള്ള ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതൽ ഈ ഓറിയൻ മാൾ വരാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസാണ് ആൾക്കാർക്ക് വന്നിട്ട് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള സ്പേസും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ കൊണ്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ലീവ് ദിവസങ്ങളിൽ നമുക്ക് ഓറിയൻ മാൾ കാലിടാൻ പോലും സ്ഥലം ഉണ്ടാകത്തില്ല, അത്ര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് കാറിൻ്റെ ഗ്ലാസ്സിനകത്ത് മനസ്സിലാവുന്നുണ്ടോ, വെള്ളം വീഴുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചെറുതായിട്ട് മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ അവിടെ കുറച്ചൊന്ന് റഷ് ആയിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഓറിയൻ മാൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകണം. പക്ഷേ അവരെന്തിനാണ് പാർക്കിംഗ് ഇപ്പുറത്ത് കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ എന്തെങ്കിലും വർക്ക് നടക്കുമോ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പാർക്കിങ് ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് വണ്ടി ഇതിനകത്ത് പോയി പാർക്ക് ചെയ്തിട്ട് എങ്ങനെ അപ്പുറത്ത് ഓറിയൻ മാൾ പോകുന്നത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. എല്ലാ വണ്ടികളും അങ്ങോട്ടൊക്കെ പോകാനുള്ള വണ്ടികൾ തന്നെ. അപ്പോൾ അവരുടെ പുറകെ നമുക്കും അങ്ങ് പോവാം. അങ്ങനെ എന്തായാലും നമ്മൾ ഈ പാർക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് പെയ്തു. ആക്ച്വലി നമ്മൾ ആ വരുന്ന സമയത്ത് അവിടെങ്ങും അങ്ങനെ മഴ പെയ്തതേ ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു നല്ല മഴ പെയ്തെന്ന് നോക്കിയേ. തറയൊക്കെ എങ്ങനെ നനഞ്ഞു കിടക്കുന്നെന്ന് നോക്കിയേ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ പോയിടത്തൊന്നും നമുക്ക് മഴ കിട്ടിയില്ല. പക്ഷേ ഇത്ര വലിയ മഴ പെയ്തെന്നൊന്നും മനസ്സിലായിട്ടേ ഇല്ല. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെയൊക്കെ നന്നായിട്ട് നനഞ്ഞു കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തി. കണ്ടോ, ഈ ഒരു ബിൽഡിങ് എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തോ ഒരു ഹൈറ്റിലാന്ന് നോക്കി. അപ്പം ഇനി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെ എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. വലിയ പാർക്കിംഗ് സ്പേസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നടന്ന് ഇവിടെ പോയിട്ട്
ഇവിടുന്ന് ലിഫ്റ്റ് കയറി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവിടെ ചെന്നിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന് നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴത്തേന് ഓരോ മാളിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ എത്തും. അവിടെ ചെന്നിട്ട് അതുവഴി നമുക്ക് എൻട്രി. എപ്പോഴും നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗേറ്റ് വഴിയായിരുന്നു പോവാറ്. പക്ഷേങ്കിൽ ഇന്നിപ്പം നമുക്ക് വണ്ടി ഇപ്പുറത്ത് പാർക്ക് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ഗേറ്റ് വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് കണ്ട എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് സീനറിയൊക്കെ കാണിച്ചുകൊണ്ട് പോകാം. എന്തായാലും ഭംഗിയുണ്ടല്ലേ. ഒരുമാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്പേസാണ് കേട്ടോ. കാരണം വെച്ചാൽ എന്തോരം ജനങ്ങളാണ്. ഈ ലീവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എൻ്റെ കൂട്ടുകാർക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ എന്തോരം ജനങ്ങളാന്ന് നോക്കിയേ. എല്ലാവരും വൈകുന്നേരം സമയങ്ങളിലൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും എല്ലാം പല പരിപാടികളാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനിപ്പോഴും അതുകൊണ്ട് അച്ഛനോട് പറയുമായിരുന്നു, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ വരുമോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെറുതെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെയാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ എന്ന് ഞാനിപ്പോഴും പറയും. അപ്പോൾ അതിന് ഉടനെ അച്ഛൻ പറഞ്ഞു നിനക്ക് സമയമില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കും. പക്ഷേങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ഛയ്ക്ക് അത്ര പേഷ്യൻസ് ഇല്ല കേട്ടോ. അങ്ങനെ കുറേ നേരം വന്നിട്ട് ഇങ്ങനെ വെറുതെ വന്നിരിക്കൽ അതൊന്നും എന്നോടും താല്പര്യമില്ല. അല്ലാതൊക്കെ വന്ന് എന്തെങ്കിലും കാര്യം സാധിക്കുകയാണെങ്കിൽ സാധിക്കാൻ പോകാമെന്നല്ലാതുണ്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നതിൽ അങ്ങനെ ഇരിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ഓരോ മുകളിലൊക്കെ വരൽ അങ്ങനെ തീരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള ഇതുപോലത്തെ ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവും. അപ്പം പേരൻസിനും അവരെ ഇങ്ങനെ വിട്ടിട്ട് അവർക്കും കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. ആക്ച്വലി ഈ ഓരോ മാളിൽ മാത്രമാണ് ഇങ്ങനത്തുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര തിരക്കും ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി. പക്ഷേങ്കിൽ ഒരു 2-3 മാസം മുമ്പ് വന്ന പിന്നെ ഓരോ മാളയല്ല ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. കുറേ ഔട്ട്ലെറ്റുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ തിരക്ക് എന്തൊരു തിരക്കാണ്. ഇവിടെ കുറേ ഓഫറുകളുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക് കേട്ടോ. ഞാൻ ഈ മുകളിൽ നിന്ന് താഴേക്ക് എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ കാണിച്ചതാണ്. തിരക്ക് നോക്കിയേ. ഇവിടെ താഴാണെങ്കിൽ ഫുള്ള് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലീവ് ദിവസം കിട്ടിക്കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്യൂമ സ്റ്റോറിൽ കയറി. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഷൂ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷൂ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷൂ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ഷൂ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് അളവൊക്കെ നോക്കിയപ്പം കറക്റ്റ് പരുവൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പേര് എടുക്കണം. അപ്പോൾ ഞാൻ ചെക്കന്മാരോട് ഞാനത് ഇട്ടിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അമ്മമാർ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി ആ ഷൂവിൻ്റെ ഒരു പെയർ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയേക്കുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിദിക്കുട്ടൻ അവന് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബൈ 2 get 2 ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛയാണെന്നുണ്ടെങ്കിൽ കുറേ നേരമായിട്ട് നിന്ന് ക്ഷീണിച്ചൊക്കെ ആൾ ഇവിടെ സൈഡിലോട്ട് മാറി നിൽക്കുക. അങ്ങനെ ബിദിക്കുട്ടൻ അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് അവനാണെന്നുണ്ട് ഇവിടെ ബില്ലിങ്ങിന് വന്നു. ഇവൻ ഈ ബില്ലിങ്ങിന് വരുന്ന സമയത്ത് അവൻ്റെ പപ്പ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് ഭയങ്കര പേടിയുള്ളൊരു സംഭവം കേട്ടോ. അവൻ ഈ വിലപിടിപ്പുള്ള ഈ ഡ്രസ്സുകൾ എടുക്കുന്ന അച്ഛയ്ക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ പപ്പയുടെ മുന്നിൽ വെച്ചിട്ട് ബില്ലിങ് അടിക്കാൻ ഭയങ്കര പേടിയാണ് അവന്. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് മേടിച്ചിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛയുടെ ഒരു വീക്ക്നെസ്സാണ് പിന്നെ സ്പ്രേ എന്ന് പറയുന്നത്. പിന്നെ എവിടെ ചെന്നാലും ഒരു സ്പ്രേ മേടിക്കലുണ്ട്. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് ഒരു സ്പ്രേ മേടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിൽ ഇറങ്ങി. നോക്കിക്കേ സന്ധ്യയായിട്ട് ഇവിടുത്തെ ആ തിരക്ക് എൻ്റെ കൂട്ടുകാർ കണ്ടോ. എന്തൊരു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തിരക്കാണ്. ജനങ്ങളുടെ മേളിൽ ജനങ്ങളാണ്. എന്തോരം ജനമാണെന്ന് നോക്കിയേ. ഇവിടെ ഓരോ മാൾ മാത്രം ഫുള്ള് ബിസിയായി എപ്പോൾ നോക്കിയാലും. അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഡെക്കത്ലോൺ കയറി കേട്ടോ. ഇവിടെ ഓരോ മാളിൽ എനിക്കൊന്ന് ഡെക്കത്ലോൺ പുതുതായിട്ട് വന്നതാണെന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ ഈ ഓരോ മാൾ ഡെക്കത്ലോണിൽ വരുന്നത്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എന്താ റെയിൻകോട്ട് എന്താ മേടിക്കാൻ വന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും 2 ടീഷർട്ടും അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പൂസിനും അച്ചയ്ക്കും അവർ സോക്സ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സോക്സും അതെല്ലാം കൂടിയൊക്കെ മേടിച്ച് അത് ബില്ലിങ് അടിച്ചു. അത് ബില്ലിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എൻ്റെ ബിദിക്കുട്ടൻ്റെ പർച്ചേസിങ് ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് ബില്ലിങ് അടിച്ചിട്ട് അങ്ങ് വെളിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ ബില്ലിങ് കഴിയാറായി ഞങ്ങളുടേത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇനി ബിദിക്കുട്ടന് വന്നില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹമായിട്ട് അങ്ങനെ തൊട്ടടുത്തുനിന്ന് വെള്ളം മേടിച്ചു. പക്ഷേ ഈ വെള്ളം ബോട്ടിലിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ ഞെട്ടും. അതുകൊണ്ട് ആ റേറ്റ് ഞാൻ പറയുന്നില്ല. അത്ര ഭയങ്കര റേറ്റ്. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഒരുത്തൻ പോയി മറ്റവനെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അവൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് അവൻ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ബിദിക്കുട്ടനാണെങ്കിൽ അവൻ എടുത്ത പാൻറ്റിന് എന്തോ ഇച്ചിരി ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞ് അതൊന്ന് ഇറക്കം കുറയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ പോയി അതും മേടിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ സന്ധ്യ ആയപ്പോഴത്തേനും ഇവിടുത്തെ ആ ലൈറ്റിങ്ങും കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതും കൂടെ എൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ വ്യൂ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ആ ഒരേ മാളിൻ്റെ അകത്ത് നിന്ന സമയത്ത് ഇവിടെ നല്ലൊരു മഴ പെയ്തു. പക്ഷേ ഞങ്ങൾ അതിനകത്ത് നിന്നപ്പം ഇത്ര വലിയ മഴ പെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷേങ്കിൽ വെളിയിൽ വന്നപ്പോഴാണ് ഇത്ര നന്നായിട്ട് മഴ പെയ്തെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇനിയും ഭയങ്കരമായിട്ട് തിരക്ക് കൂടി. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ അത്ര വലിയ തിരക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ജനം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാനെ കൊണ്ട് നടന്ന് വരാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെക്കാട്ടി മുന്നേ വന്നിട്ട് ഇവിടെ കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ എവിടാന്ന് പറഞ്ഞിട്ട് തേടുമായിരുന്നു. അപ്പോൾ ഇവിടെ സൈഡിൽ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് ലിഫ്റ്റ് കയറി നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴേ എപ്പോഴും ഞങ്ങൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നമ്പറും ഇതെല്ലാം ഫോട്ടോ എടുത്ത് വെക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വണ്ടി എവിടെ കിടക്കുന്നതെന്ന് കിടന്ന് തേടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നു. ഈ ഭാഗത്ത് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം വീഴുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതും കൂടെ എൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു മഴയും കൂടെ ഒക്കെ പെയ്തപ്പോഴത്തേന് ഇവിടെ നിൽക്കാനെ കൊണ്ട് നല്ല തണുപ്പുണ്ട്. എന്ത് രസമുണ്ടെന്ന് നോക്കി ആ വെള്ളം വീഴുന്നത്, നല്ല ഭംഗിയില്ലേ. അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിംഗ് ചെയ്ത സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇവിടെ തന്നെ 7 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് എത്ര മണിയാവും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ വീട്ടിൽ നിന്നൊരു 12:30 ഇറങ്ങിയതാണ്. ഇനി 7 മണിയായിട്ട് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഒരു ലീവ് ദിവസം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വീട്ടിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലല്ലേ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നന്നായിട്ട് സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വീട്ടിൽ ചോറും കറിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് എനിക്ക് റെസ്റ്റ് ആയിരുന്നു. പിന്നെ എല്ലായിടമൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയൊരു വിശേഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാംഗ്ലൂരൊക്കെ നിങ്ങളെയൊക്കെ കൊണ്ട് കാണിച്ചുകൊണ്ടൊക്കെ തിരിച്ച് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ, സി യു.